കൊടുക്കാറുണ്ട്. ഹാജിമാരൊക്കെ ഏകദേശം യാത്ര തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആഴ്ച നീട്ടിപ്പോയാൽ അതിൽ മുന്നോട്ട് പോകും എന്ന് വിചാരിച്ച് ആ യാത്രയ്ക്കും അതോടനുബന്ധിച്ച കാര്യങ്ങളുമാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മതം പരിശുദ്ധമായ വീട്ടിൽ പോയി ഹജ്ജ് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ഹജ്ജ് ചെയ്ത് അല്ലാഹുവിന്റെ പൊരുത്തം വാങ്ങിയിട്ടല്ലാതെ മൈപ്പുറത്തെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കണം. അല്ലാഹുവിന്റെ പൊരുത്തം വാങ്ങി അല്ലാഹുവിന്റെ കഅബയുടെ അടുത്ത് ചെന്ന് പൊരുത്തം വാങ്ങിയിട്ട് മരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ ഹറമിൽ വെച്ച് മരിച്ചാൽ അവനെ പരലോകത്ത് ചോദ്യമില്ലാന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ മാത ഫീ അഹദിൽ ഹറമൈനി ലം തുസ്അൽ യൗമൽ ഖിയാമ. ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചാൽ അയാൾക്ക് പരലോകത്ത് സുബ്ഹാൻ ഉണ്ടാവില്ല എന്നാണ്. ആ ഭാഗ്യവും അല്ലാഹു നമുക്ക് തരട്ടെ. ആ ഭാഗ്യവും അല്ലാഹു നമുക്ക് തരട്ടെ. ആമീൻ. എന്തിനും ഒരു അടിസ്ഥാനമുണ്ട്. ഹജ്ജിന്റെ അടിസ്ഥാനം അറിയാം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ കഅബയുമായി ബന്ധപ്പെട്ടതാണ്. സത്യത്തിൽ അറഫായുണ്ട്, മുസ്ദലിഫയുണ്ട്, മിനായുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഹജ്ജിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ അത് കഅബയാണ്. എന്തുകൊണ്ട്? അതാണ് വീട്ടിൽ വന്ന് ഹജ്ജ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ മർമ്മം എന്ന് പറഞ്ഞത് എന്തൊക്കെയാണ്? ശ്രമിക്കണേ, നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ പോലെ മനസ്സിലാക്കി ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഹജ്ജിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ കഅബയാണ്. കഅബയിൽ വന്ന് ഹജ്ജ് ചെയ്യാന്നാണ് നമ്മൾ കുട്ടിക്കാലത്തിലെ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഖുർആന്റെ കൽപ്പനയും. എന്ന് മാത്രമല്ല وأعتدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين. അതിനുവേണ്ടി ഒരുക്കി വെച്ച കൊടുക്കാൻ വേണ്ടി അല്ലാഹു ഇബ്രാഹിമിനോടും ഇസ്മാഈലിനോടും അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ. അല്ലാഹു അവരുടെ ബർക്കത്തോടെ ഈ ദുനിയാവിൽ നമ്മളെ രക്ഷപ്പെടുത്തുകയും അല്ലാഹു തആല അവരോട് കൂടെ സിറാത്ത് കടക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മൾ ചേർക്കുകയും ചെയ്യുന്നു. ജനങ്ങളെ, എന്താണ് ഈ ഹജ്ജിന്റെ അടിസ്ഥാനം? എന്താണ് ഈ കഅബയുടെ അടിസ്ഥാനം എന്ന് നിങ്ങൾ ചിന്തിക്കുക. പലപ്പോഴും അതിന്റെ ചില പ്രശ്നങ്ങൾ നമ്മൾ പറയാറുണ്ടെങ്കിലും ഇന്നൊരു പുതിയ കാര്യമാണ് പറയുന്നത്. നല്ലപോലെ ശ്രദ്ധിച്ചാൽ അതിലുള്ള നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കാൻ ഒരുങ്ങിയപ്പോൾ മലക്കുകളുമായി ഈ കാര്യം സംസാരിച്ചു. മലക്കുകളെ, ഞാൻ ഭൂമിയിലേക്ക് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്ത് ചോദിച്ചു. അത് എത്ര കൊല്ലം മുമ്പാണെന്നൊന്നും നമുക്കറിയില്ല. നമുക്കിതിനിടയിലുള്ള കാലഗണനകൾ അറിയില്ല. മനുഷ്യൻ എന്ന് പറയുന്ന ഇന്നത്തെ മനുഷ്യൻ ഭൂമിയിൽ വന്നിട്ട് ഒരു 10,000 കൊല്ലമായിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടേണ്ടത്. പക്ഷേ ഈ സംഭവമൊക്കെ ഈ ആലപ്പുലപ്പാടിൽ നടക്കുന്ന കാര്യം എത്രയെന്ന് തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയൂല. കാരണം അല്ലാഹു മനുഷ്യ റൂഹുകളെ പടച്ചിട്ടുണ്ട്, ശരീരവുമായി അതിനെ ബന്ധിച്ചത് എന്നാണ്, അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ അല്ലാഹുവിന്റെ രഹസ്യങ്ങളാണ്. അല്ലാഹു അഅലം. അതിലൊക്കെ കോടാനക്കോടി കൊല്ലങ്ങൾ പോലും ഉണ്ടായേക്കാം. അല്ലാഹു അഅലം. അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ അല്ലാഹുവിന്റെ രഹസ്യങ്ങളാണ്, നമുക്കറിയൂല. വളരെ അങ്ങോട്ട് പോവാണെങ്കിൽ നമ്മൾ ബേജാറായിട്ട്. ഏതായാലും അങ്ങനെ ഒരു കാണാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കളോട് പറഞ്ഞു, ഞാൻ ഭൂമിയിലേക്ക് മനുഷ്യരെ ശ്രദ്ധിക്കണേ. അങ്ങോട്ട് നോക്കി, കണ്ണിന്റെ ഇമ വെട്ടരുത്, പിന്നെ അത് മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കളോട് പറഞ്ഞു, മലക്കളെ, ഞാൻ ഇങ്ങനെ ഭൂമിയിലേക്ക് ഒരു വിഭാഗം ആളുകളെ ഖലീഫമായിട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ അല്ലാഹുവിന് തൃപ്തിയില്ലാത്ത ഒരു മറുപടി പറഞ്ഞു. ഈ രക്തം ചെയ്യുന്ന കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ എടുക്കും.
എന്ന് അല്ലാഹുവേ എന്തിന് അവരെ ഭൂമിയിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞ് മലക്കുകൾ അല്ലാഹുവിന്റെ അഭിപ്രായത്തിനെ കുറിച്ച് അത് വേണോ എന്ന നിലയ്ക്ക് സംസാരിച്ചു. അതിന് അല്ലാഹു തആല കാല ഇനി ആയാലും മാല കാര്യം നിങ്ങൾക്ക് അറിയാത്ത എനിക്കറിയും, മിണ്ടണ്ട. ഞാൻ അഭിപ്രായം ചോദിച്ചു എന്നെങ്കിൽ നിങ്ങൾ മിണ്ടണ്ട, നിങ്ങൾക്കത് അറിയില്ല, എനിക്കറിയും എന്ന് പറഞ്ഞു. മലക്കുകൾ എന്ന് പറഞ്ഞാൽ മഅ്സൂമികളാണ്, അവർ മുഖപ്രമീകളാണ്. ഭയങ്കര ഇഷ്ടമുള്ള അല്ലാഹുവിന്റെ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട ആളുകളാണ് ആര്? ഈ മുഖമായ ആളുകൾക്ക് ചെറിയ പ്രശ്നം ഉണ്ടായതിന് അവർക്ക് ഭയങ്കര വിഷയമായി. അപ്പോൾ മലക്കുകൾ കൊണ്ടടക്കം ഖേദിക്കുകയും ദുഃഖത്തിൽ ആണ്ടുപോവുകയും കരയുകയും ചെയ്തു. അപ്പൊ അല്ലാഹുവിന്റെ പൊരുത്തം അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നി. സത്യത്തിൽ മനസ്സിലായി വളരെ പ്രധാനപ്പെട്ട ആളുകളാവും. ഒരു എതിർവാക്ക് പറയേണ്ടി വന്നു തന്നെ അതിന് വാപ്പൊന്ന് തിരിച്ച് മറുപടി പറഞ്ഞാൽ തന്നെ അവർക്ക് സഹിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഇങ്ങനത്തെ മറുപടി പറഞ്ഞു പോയല്ലോ, ഞങ്ങൾ അല്ലാഹുവിന്റെ സാമീപ്യത്തിൽ നിന്ന് അകന്ന് പോയല്ലോ എന്ന ഒരു ധാരണ മലക്കുകൾക്ക് വരികയും അവർ അനവധി കാലഘട്ടം ഖേദിക്കുകയും ദുഃഖിക്കുകയും പൊട്ടിക്കരയുകയും ചെയ്തു. എത്ര കാലം അറിയില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് വീണ്ടും തിരിച്ച് അല്ലാഹുവേ നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് വീണ്ടും തിരിച്ചു കിട്ടണം. അവർ മത്സമ്യങ്ങൾ തന്നെ, ചെവാടികളൊന്നുമല്ല, ഒന്നുമല്ല. പക്ഷെ അവർ അള്ളാന്റെ കാര്യത്തിൽ അവർ ഇടപെട്ട് സംസാരിച്ചു പോയതിനുള്ള ഒരു വിഷമം അള്ളാഹ്ക്ക് അഭീഷ്ടമായി തന്നെ പറയായിരുന്നല്ലോ. ഈ പടച്ചോനെ ആയിരുന്നു പറയേണ്ടിയിരുന്നത്. പകരം പറഞ്ഞു പോയതിനുള്ള ഒരു ദുഃഖം, ഭയങ്കര വിഷമം മലക്കുകൾക്കുണ്ടായി. അപ്പോൾ അള്ളാന്റെ മുഖമീങ്ങളായ മലക്കുകൾ അള്ളാനോട് ചോദിച്ചു, അള്ളാഹ് എന്റെ പൊരുത്തം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ എന്താ മാർഗം? അപ്പോൾ അല്ലാഹു തആല നാലാമത്തെ ആകാശത്തിൽ ഒരു കെട്ടിടം മലക്കുകൾക്ക് നിർമ്മിച്ചു കൊടുത്തു. ആ കെട്ടിടമാണ് ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്നത്. നാലാമത്തെ ആകാശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കെട്ടിടം മലക്കുകൾക്ക് വേണ്ടി പണിച്ചു. അതാണ് ഈ കെട്ടിടം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ എന്റെ പൊരുത്തത്തെ കാണിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആ കെട്ടിടത്തെ പോയി തവാഫ് ചെയ്യുക. കെട്ടിടത്തെ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ എന്റെ നഷ്ടപ്പെട്ടു പോയ തൃപ്തി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന മലക്കുകളോട് അങ്ങനെ അല്ലാഹു മലക്കുകൾ ഊഴം നിശ്ചയിച്ച് അവരെ തവാഫ് ചെയ്തുകൊണ്ടിരുന്നു. ആ തവാഫ് ഇന്നും അവസാനിച്ചിട്ടില്ല. ആ തവാഫ് ഇന്നും അവസാനിച്ചിട്ടില്ല. ആ തവാഫ് അവസാനിച്ച ലോകം സമയം ഒരു ഊഴത്തിൽ 70,000 മലക്കുകൾ തവാഫ് ചെയ്തു. ഒരു ഊഴം എത്രയാണെന്ന് അല്ലാഹു മുഖദ്ദറായ അല്ലാഹുവിന്റെ തഖ്ദീറാണ്. അല്ലാഹുവെ നമുക്കറിയാം. സാനത്തിൽ നിന്നും മറ്റൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അത് എന്താണ് അർത്ഥം അല്ലാഹുവെ? അപ്പോൾ ഒരു ഊഴത്തിൽ എത്ര 70,000 ആളുകൾ ഇതിനെ മലക്കുകൾ ആ ഊഴം കാത്തിപ്പോഴും കുറെ മലക്കുകൾ ബാക്കിയുണ്ട്. എത്രയോ അല്ലാഹുവാണ്. എന്തുകൊണ്ടുമായി അല്ലാഹുവിന്റെ പട്ടാളത്തിന്റെ എണ്ണം കണക്കാക്കാൻ അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് സാധ്യം. അങ്ങനെ അത് കർമ്മം ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കും. മലക്കുകൾ പൊട്ടിക്കരഞ്ഞും ഖേദിച്ചുമാണ് ബൈത്തുൽ മഅമൂറിനെ ശുചീകരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയ ഒരു ദിക്റാണ്
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലി അവർ ബൈത്തുൽ മഅമൂറിനെ എത്ര കാലമാണ് എന്ന് അറിവിൽ രക്ഷിച്ചുകൊണ്ടേ 7 തവണ അതിനെ വലയം ചെയ്യാനുള്ള അധികാരം മാത്രമേ അർഹത മാത്രമേ ഒരു മലക്കിന് ഉള്ളൂ. ഒരു ഊഴത്തിൽ എത്ര മലക്കുകൾ? 70,000. അവർ പൊട്ടിക്കരഞ്ഞും കേടിച്ചും ബൈത്തുൽ മഅമൂർ തവാഫ് ചെയ്തുകൊണ്ടേയിരുന്നു. അവർക്ക് അല്ലാഹുവിന്റെ പൊരുത്തം തിരിച്ചെത്തി അവരുടെ സന്തുഷ്ടരായി. പിന്നെ അല്ലാഹു മലക്കുകളെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഭൂവാസികളെ ചെയ്യുകയാണ്. നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഭൂമിയിലേക്ക് അവരെ ഭൂമിയിലേക്ക് മനുഷ്യരെ അയക്കാനുള്ള സമയമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും കാലത്ത് ഭൂവാസികളായ ആളുകൾക്ക് എന്റെ പൊരുത്തം നഷ്ടപ്പെട്ടാൽ ആ പൊരുത്തം തിരിച്ചു കിട്ടാൻ വേണ്ടി ഈ ബൈത്തുൽ മഅമൂറിന്റെ അതേ ബൈത്തുൽ മഅമൂറിന്റെ ഹിയാസിൻ ഭൂമിയിൽ ഒരു കെട്ടിടം പണിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് കൽപ്പിച്ചു. ആ കെട്ടിടമാണ് മലക്കുകൾ കെട്ടിടം പണിയാൻ വേണ്ടി അല്ലാഹു മലക്കുകളോട് കൽപ്പിച്ചു. ആ കെട്ടിടമാണ് എന്ത്? മനസ്സിലാവുന്ന പറഞ്ഞത് ഒന്നുകൂടി പറയാം. മനസ്സിലായില്ല? അതായത് ഒന്നുകൂടി പറയും. ഇനി ചരിത്രത്തിലേക്ക് തിരിച്ചു മടങ്ങി മലക്കുകൾക്ക് അള്ളാഹുവിന്റെ ഒരു അഭിപ്രായം ആരാഞ്ഞപ്പോൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു അഭിപ്രായം ആര് പറഞ്ഞു? പറഞ്ഞു. അപ്പോൾ മലക്കൾക്ക് വലിയ വിഷമം തോന്നി. കുറ്റമല്ല, തെറ്റല്ല, അവർ മാസൂമികളാണ്. പക്ഷെ അള്ളാഹുവിന് അതിർത്തി വന്നു പോയി എന്ന് മനസ്സിലാക്കിയ മലക്കുകൾ പൊട്ടി കഴിഞ്ഞു. അവർക്ക് അള്ളാഹുവിന്റെ അതിർത്തികൾ ഒരിക്കലും ചിന്തിക്കാൻ കഴിയും. അപ്പോൾ അള്ളാഹുവേ, നിന്റെ അതിർത്തി പഴയതുപോലെ തിരിച്ചു കിട്ടാൻ എന്താണ് ഈ മാർഗം എന്ന് മഹാന്മാരായ മലക്കുകൾ അള്ളാഹുവോട് ചോദിച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പൊരുത്തം തിരിച്ചു കിട്ടാൻ വേണ്ടി അവർക്ക് 4ാമത്തെ ആകാശത്ത് ഒരു കെട്ടിടം ഉണ്ടാക്കി കൊടുത്തു. ആ കെട്ടിടമാണ് അതിന്റെ പേര് ബൈത്തുൽ മഅമൂർ. അവിടെ തവാഫ് ചെയ്യാൻ ഒരു ഊഴത്തിൽ 70,000 മലക്കുകൾക്കാണ് അധികാരം. ആ മലക്കുകൾ പൊട്ടിക്കരഞ്ഞും പേടിച്ചും ദിക്ർ ചൊല്ലിയിട്ട് ഈ അമൽ ചെയ്യും. ഏതാ ദിക്ർ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പുലർന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഭൂമിയിലേക്ക് മനുഷ്യരെ നിയോഗിക്കാനുള്ള സമയം ഏകദേശം അടുത്തു വന്നപ്പോൾ അല്ലാഹു മലക്കുകളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ ഈ ബൈത്തുൽ മഅമൂറിന്റെ നീർപ്പാട്ടിൽ നിങ്ങൾ ഭൂമിയിൽ ഒരു കെട്ടിടം ഉണ്ടാക്കുക. എന്തുകൊണ്ട്? ഭൂവാസികൾക്ക് എപ്പോഴെങ്കിലും എന്റെ പൊരുത്തം ഇഷ്ടപ്പെട്ടാൽ എന്റെ പൊരുത്തം അതിനെ തവാഫ് ചെയ്ത് അവർക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ ഭൂമിയിൽ ഒരു കെട്ടിടം ഉണ്ടാക്കൂ എന്ന് പറഞ്ഞു മലക്കുകളോട്. അങ്ങനെ മലക്കുകൾ ആദ്യമായി ഭൂമിയിൽ ഒരു കെട്ടിടം ഉണ്ടാക്കി. മനസ്സിലായില്ലേ? അതാണ് എന്തിനുണ്ടാക്കി? എപ്പോഴെങ്കിലും ഭൂവാസികളായ ആളുകൾക്ക് അല്ലാഹുവിന്റെ പൊരുത്തം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ കെട്ടിടമാണ് എന്ത്? ഈ കെട്ടിടം ഉണ്ടാക്കിയത് ആദം ഭൂമിയിൽ വരുന്നതിന്റെ 2000 കൊല്ലം മുമ്പായിരിക്കും എന്ന് അനുമാനിക്കപ്പെടും. അപ്പോൾ ഇത് എത്ര അള്ളാഹുവാണ്. അപ്പോൾ ഇനി ഖലീഫ എന്ന് പറഞ്ഞത് എത്ര കൊല്ലം മുമ്പ് അള്ളാഹുവാണ്. മനസ്സിലായില്ല? ആദം അലൈഹിസ്സലാം ഭൂമിയിൽ വരുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് ആ കെട്ടിടം മലക്കുകൾ ഭൂമിയിലുണ്ട്. എന്തിന്? ആദത്തിന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ ഈ 2000 കൊല്ലം ഒരു നിസ്സാരം. ഉദാഹരണം പറയാം, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സൂര്യൻ ഇങ്ങനെ താഴ്ന്നു വന്ന്
വന്നിട്ട് ചക്രവാളത്തിൽ തൊട്ടില്ല എന്ന നിലയ്ക്ക് ഇങ്ങനെ അസ്തമിക്കാൻ വേണ്ടിയപ്പോൾ ഹബീബായ റസൂൽ പറഞ്ഞു ലം യബഖ മിനൽ സമാനി ഇല്ലാ മിസ്ലു ഹാദാ, കാലത്തിൽ നിന്ന് ഇത്രമാത്രമേ ഇനി ബാക്കിയുണ്ടാവൂ. അത് കഴിഞ്ഞിട്ടപ്പോ 1400 കൊല്ലം. അപ്പോൾ മനസ്സിലായില്ല. ഇങ്ങനെ ഇങ്ങനെ നോക്കി. എന്നിട്ട് അപ്പോൾ സൂര്യൻ ചക്രവാളത്തിൽ തൊട്ടില്ല എന്ന നിലയിൽ ഇങ്ങനെ അസ്തമിക്കാണ്ടിരിക്കുകയാണ്. കാലത്തിൽ നിന്ന് ഇത്രയല്ലാതെ ബാക്കിയുണ്ടാവില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടപ്പോ 1428 കൊല്ലം. 1438 10ാമത്തെ കൊല്ലം വഫാത്തായി. അതായത് വഫാത്തായിട്ട് പെട്രോളായി 1428 കൊല്ലായി റസൂൽ വഫാത്തായിട്ട്. അപ്പോൾ 1000 സാരപ്പെട്ട കാര്യം. ചുരുക്കത്തിൽ മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പായിരിക്കും എന്നാണ് ചരിത്രാനുമാനം. മലക്കുകൾ വന്നിട്ട് ഭൂമിയിൽ ഒരു കെട്ടിടം ഉണ്ടാക്കി. ആ കെട്ടിടമാണ് എന്തിന്റെ നേർപ്പാട്ടിൽ? ബൈത്തുൽ മഅമൂറിന്റെ നേർപ്പാട്ടിൽ. എന്താണ് ലക്ഷ്യം? ആകാശവാസികൾക്ക് എപ്പോഴെങ്കിലും അല്ലാഹുവിന്റെ പൊരുത്തം നഷ്ടപ്പെട്ടാൽ തവാഫ് ചെയ്ത് പൊരുത്തം നേടുന്നത് പോലെ, ബൈത്തുൽ മഅമൂറിനെ തവാഫ് ചെയ്ത് പൊരുത്തം നേടുന്നത് പോലെ ഭൂവാസികൾക്ക് എപ്പോഴെങ്കിലും അല്ലാഹുവിന്റെ പൊരുത്തം നഷ്ടപ്പെട്ടാൽ തവാഫ് ചെയ്ത് പൊരുത്തം തിരിച്ചു നേടാൻ വേണ്ടിയുള്ള കെട്ടിടമാണ് എന്ത്? എന്ന് പറഞ്ഞാല് ആദ്യമായി ഉണ്ടാക്കിയ കെട്ടിടമല്ല. എന്താണ്? മലക്കുകൾ ഉണ്ടാക്കിയ കെട്ടിടമില്ല. ഈ കെട്ടിടം പിന്നെ ആദം അലൈഹിസ്സലാം ഈ തറ പിന്നെ ആദം പുതുക്കി പണിതുകൊണ്ട് മനുഷ്യ കലത്താൻ തനിക്കതിന്റെ ബറക്കത്തും പ്രതിഫലവും കരകരാക്കാൻ വേണ്ടി മലക്കുകളുടെ അസ്ഥിവാരം വീണ്ടും പുതുക്കി പണിതുകൊണ്ട് ആലോചിക്കുകയാണ്. കഅബാലയത്തിന്റെ നിർമ്മിതികൾ മൊത്തം നിർമ്മിതികൾ 12 തവണയാണ് ഇക്കാലം വരെ നടന്നത്. ഇനി മക്കത്ത് കഅബാലയത്തിന്റെ നിർമ്മിതി ഇക്കാലം വരെ നടന്നത് 12 തവണയാണ്. 1 മലക്കുകൾ നോക്കിയിരിക്കുന്നത്, 1 മലക്കുകൾ 2 സയ്യിദുനാ ആദം 3 സയ്യിദുനാ ശീത്ത് 4 സയ്യിദുനാ ഇബ്രാഹിം 5 അമാലികം 6 ജുർഹും 7 മുസൈലിബിനിലാബ് 8 ഖുറൈശികൾ 9 അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ 10 ഹജ്ജാജ് ഇബ്നു യൂസുഫ് 11 സുൽത്താൻ മുറാദ് 12 ഫഹദ് അബ്ദുൽ അസീസ്. കഅബാലയത്തിന്റെ സമ്പൂർണ്ണ നിർമ്മിതികൾ നടന്നത് 12 ഈ മാർക്കറ്റിലൊക്കെ അടിസ്ഥാന വിവരത്തൊക്കെ ബോധനം ഉണ്ടാകണം. കഅബാലയത്തിന്റെ മൊത്തം സമ്പൂർണ്ണ നിർമ്മിതി, അതായത് അടിത്തറ മുതൽ നിർമ്മിച്ചത് നിർമ്മിതിനാണ് എത്ര? 1 മലക്കുകൾ 2 മലക്കുകൾ അലൈഹിസ്സലാത്തു വസ്സലാം 2 സയ്യിദുനാ ആദം 3 സയ്യിദുനാ ശീത്ത് 4 സയ്യിദുനാ ഇബ്രാഹിം 5 അമാലികം 6 ജുർഹും 7 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രപിതാമഹന്മാരിൽ ഒരാളായ മുസൈലിബിനിലാബ് 8 ഖുറൈശികൾ 9 അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ 10 ഹജ്ജാജ് ഇബ്നു യൂസുഫ്
11 തുർക്കി രാജാവായിരുന്ന സുൽത്താൻ മുറാദ് 12 1983 പാർലമെന്റിലെത്തി. അറ്റകുറ്റപ്പണികൾ കിടക്കിടക്ക് ചെയ്യാവുന്നത് സമ്പൂർണ്ണ നിർമ്മിതി നടന്നത് 12. ഒന്നുകൂടി പറയും. മൊത്തം നടന്നത് 12. 1 മലക്കുകൾ, 2 സൈദന ആദം, 3 സൈദന ശീത്ത്, 4 സൈദന ഇബ്രാഹിം, 5 അമാലിഖാൻ ഗോത്രം, 6 ജൂഹും ഗോത്രം, 7 ഉസൈബ് ഇബ്നു കിലാബ്, 8 ഖുറൈശികൾ, 9 അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, 10 ഹജ്ജാജ് ഇബ്നു യൂസുഫ്, 11 തുർക്കി രാജാവായിരുന്ന സുൽത്താൻ മുറാദ്, 12 1983 ഫഹദ് ബിൻ അബ്ദുൽ അസീസ്. ഇനി ഈ 12 കഅബയെ ഞാൻ പരിചയപ്പെടുത്താം. ആദം അലൈഹിസ്സലാം മലായികത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഅബ എന്തുമാത്രം തറമാണ്. ആ തറത്തിലും മലക്കുകൾ 2000 കൊല്ലം മുമ്പെങ്കിലും തവാഫ് ചെയ്തിട്ടുണ്ടാവും. ആദം ഭൂമിയിലേക്ക് വീഴുന്നതിന്റെ മുമ്പ് ആദം അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വീഴുന്നതിന്റെ 2000 കൊല്ലം മുമ്പെങ്കിലും മലക്കുകൾ അലൈഹിസ്സലാത്തു വസ്സലാം ആ കഅബയെ ആ തറയെ തവാഫ് ചെയ്തിട്ടുണ്ടാകണം എന്ന് കരുതപ്പെടുന്നു. അങ്ങനെ പല റിവായത്തുകളും കാണാം. പിന്നെ സയ്യിദന ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആ തറ പുതുക്കി പണിതു. അങ്ങനെ തന്നെ മലായികത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തറയേക്കാൾ ഒന്നും ബഹുമാനപ്പെട്ട ആദം കൂട്ടിയില്ല അലൈഹിസ്സലാം. എന്നാൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് 40 മക്കളിൽപ്പെട്ട നബിയായ ഒരു മോനേ ഉള്ളൂ. അതാണ് ശീത്ത്. ആദം നബിയുടെ മൊത്തം മക്കൾ 40 അതിൽ നബിയായ ഒരു മോനേ ഉള്ളൂ. ആര്? ശീത്ത്. ഇത് നോക്കി പഠിക്കുന്നത് അദ്ദേഹമാണ് ചരിത്രത്തിൽ ആദ്യമായി ചുമര് വെച്ചത്. സമചതുരാകൃതിയാണ് ഇങ്ങനെ. പക്ഷേ കഅബയിൽ സമചതുരാകൃതിയല്ല, ദീർഘചതുരാകൃതിയാണ്. കഅബയിൽ സമചതുരാകൃതിയല്ല, കഅബയിൽ ദീർഘചതുരാകൃതിയാണ് കഅബയിൽ. അതിനെ ആദ്യമായി ചുമര് വെച്ചു. ആര്? എന്നില്ല തറ മാത്രം ഉണ്ടാക്കി മലക്കുകൾ, തറ മാത്രം പുതുക്കി പണിതു. സയ്യിദന ആദം തറമേ ചുമര് വെച്ചു. ആദ്യമായി സയ്യിദന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 40 മക്കളിൽപ്പെട്ട നബിയായ ഒരേ ഒരു മകൻ സയ്യിദന അലൈഹിസ്സലാം. അദ്ദേഹം അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ശീലത്തിൽ അദ്ദേഹമാണ് ഉപ്പാട് വസിയത്തിൽ എഴുതിയത്. അഭ്യാസത്തിനൊക്കെ എന്തുണ്ടാവും? മനസ്സിലായില്ലേ? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ എഴുത്തുകാരനായിരുന്നു ഒരു മോനായ ശീലം. എന്നെ എഴുത്തുകാരനാക്കിയത് ഈ മറ്റുള്ള കൂട്ടത്തിൽ ഒരു പ്രത്യേക ആളുകളിൽ കണ്ട മോനാണ്. വിശ്വസ്തനാണ്, വളരെ നല്ല ആളാണ്, നല്ല മോനാണ്, മുത്തഖയാണ്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ശീലത്തിനെയാണ് ഏൽപ്പിക്കുക. ശീലത്തിനാണ് പറഞ്ഞു കൊടുക്കുക. ശീലാണ് കാര്യങ്ങളാണ് ഏൽപ്പിച്ചിരുന്നത്. അദ്ദേഹം അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനപ്പെട്ടവർക്ക് ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം
കഅബയെ പുതുക്കി പണിതു. ആ പുതുക്കി പണിയതിൽ എന്തും ഉണ്ടായി, ചുമരും കൂടെ ഉണ്ടായി, എന്തില്ല. ഈ കഅബാലയം മണ്ണ് ഉരുട്ടിയിട്ട് ഇടയെ കല്ല് കൂട്ടി വെക്കും. കല്ലല്ല, എന്ത് കുഴച്ച മണ്ണിൽ കല്ല് കൂട്ടി ചുമരി വെച്ചു. അദ്ദേഹമാണ് ആദ്യമായി കഅബാലയത്തിന് വാതിൽ വെച്ചത്. ആദം നബിയുടെ മരത്തിലുള്ള കഅബാലയത്തിന് വാതിലില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഅബാലയത്തിനും വാതിലില്ല. കാരണം തറക്കലിന്റെ ആവശ്യമില്ലല്ലോ. വാതിൽ ചുമരുണ്ടായപ്പോഴേ എന്ത് വേണ്ടി വന്നുള്ളൂ, വാതിൽ. മനസ്സിലായല്ലോ. അതുകൊണ്ട് ആദ്യമായി വാതിൽ വെച്ചു ആര്? അലൈഹിസ്സലാത്തു വസ്സലാം. ഷീഫിന്റെ വാതിൽ രണ്ടെണ്ണമായിരുന്നു എന്നും അഭിപ്രായമുണ്ട്. ഒന്ന് ഹജറുൽ അസ്വദിനോട് ചേർന്ന് ഇരുന്ന് കാണുന്ന മുൽത്തസം. രണ്ട് നേരെ എതിർഭാഗത്ത് റുക്നുൽ യമാനിയുടെ അവിടെ. റുക്നുൽ യമാനിയും ഒരു പ്രത്യേകതയുള്ളതാണ്. ചുംബിക്കൽ സുന്നത്തില്ലെങ്കിലും തൊട്ടുമുട്ടൽ സുന്നത്താണെന്ന് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ രണ്ട് വാതിലിൽ റുക്നുൽ യമാനിയുടെ ഭാഗത്തെ വാതിൽ പിൽക്കാലത്ത് അടച്ചു പോയതാണ്. ഏതായാലും ഈ വാതിലാണ് പ്രധാനം. ഏത് വാതില്? മുൽത്തസമിന്റെ അവിടെയുള്ള വാതിലാണ് പ്രധാനം. ആ വാതിൽ വെച്ചത് ആദ്യമായി ആരാണ്? എന്താണ് ഉണ്ടായിരുന്നത്? എങ്ങനെ വെച്ചു? ചുമരി മണ്ണും കല്ലും കൂടെ കുഴച്ചു. അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ തൂഫാനിൽ ഒളിഞ്ഞുപോയി. കാരണം എന്താ സാധനം? കളിമണ്ണ്. പെട്ടെന്ന് അലിഞ്ഞുപോയി. പിന്നെ അവിടെ ഈ കല്ല് മാത്രം കിടന്നു. എന്തു പോയി? മണ്ണ് ഒലിച്ചുപോയി. ആ മണ്ണ് ഒലിച്ചു പോയിട്ട് അങ്ങിങ്ങായി ഈ കല്ലുകൾ, അതായത് മണ്ണ് ഒലിച്ചു പോയിട്ട് വീണ് പോയ കല്ല് ആയിരക്കണക്കായ കൊല്ലം അവിടെ അങ്ങനെ കിടന്നിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിൽ വരുമ്പോഴും കഅബയില്ല. എന്തേയുള്ളൂ? അങ്ങിങ്ങായ ഈ കല്ലുകൾ ഇങ്ങനെ കിടക്കും. അത്രയും. അതുകൊണ്ടാണ് ഹാജറിനെ അതിന്റെ ഉള്ളിൽ മറവ് ചെയ്യേണ്ടി വന്നത്. രണ്ടാണ് കഅബാലയത്തിനുള്ളിൽ മറവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹാജർ, ഒന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം. രണ്ടാമത്തെ ഖബർ കഅബാലയത്തിന്റെ ഉള്ളിലാണ്. അതായത് മക്കയിലെ അധിപതിയായിരുന്നു ആര്? ഹാജർ. മക്കയിലെ അധികാരി ആയിരുന്നു ആര്? ഹാജർ. കാരണം പുല്ല് മുളക്കാത്ത ഒരു തുള്ളി വെള്ളമില്ലാത്ത നാട്ടിൽ അള്ളാഹു വെള്ളം കൊടുത്തത് ആർക്കല്ലേ? ഹാജറിനല്ലേ? ഹാജറാണ് എന്തായത്? പിൽക്കാലത്ത് എന്തുണ്ടായിരുന്നറിയോ? ചില ഗോത്രക്കാർ അതുവഴി കടന്നു പോയപ്പോൾ കിളി ചില കുടൽ കേട്ടു. ആ ഭാഗത്ത് കിളിയുടെ ശബ്ദം ഉണ്ടാകാറില്ല. കാരണം കിളി ഉണ്ടാകണമെങ്കിലും എന്ത് വേണമല്ലോ? വെള്ളം വേണം. വിശദമായ ചർച്ച പറയുന്നുണ്ട്. പിൽക്കാലത്ത് ജുർഹും ഗോത്രം അതുവഴി കടന്നു പോയപ്പോൾ കിളി ചില കുടൽ കേട്ടു. അങ്ങനെ കിളി ചേർച്ചപ്പോൾ അവർ അവരുടെ റാജിദിനെ പറഞ്ഞയച്ചു, പൈലറ്റിനെ. അവിടെ എവിടെയെങ്കിലും വെള്ളമുണ്ടോ, വെള്ളമില്ലാത്ത ഏരിയയിൽ വെള്ളം ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളത്തിന്റെ അടുത്ത് ഒരു കുടില് കെട്ടി ഒരു ഉമ്മയും മോനും ഇങ്ങനെ വാർത്തില്ല. അപ്പൊ ഈ ജുർഹും ഗോത്രത്തിലെ പൈലറ്റ് വന്നിട്ട് അവരോട് പറഞ്ഞു, ജുർഹും ഗോത്രത്തോട് അവിടെ കുറച്ച് വെള്ളമുണ്ട്, ഒരു ഉമ്മയും മോനും ഉണ്ട്. അപ്പൊ ജുർഹും ഗോത്രം നേരെ തിരിച്ചു വന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ ഈ വെള്ളത്തിന്റെ അടുത്ത് ഞങ്ങളും വാർത്തോട്ടെ. അപ്പൊ പറഞ്ഞു, വാർത്തോളൂ, പക്ഷെ വെള്ളത്തിന്റെ അധികാരം ഇപ്പോഴും സംസാരിച്ച അധികാരം അനുഭവിക്കുക. ഇപ്പോഴും അധികാരം ആൾക്കാണ്. ഇപ്പോഴും ആൾക്കാർക്ക് ഇപ്പോഴും ആൾക്കാർക്ക് അതിന്റെ പിന്നീട് ചില ചരിത്രം ഉണ്ടായിരുന്നത് ഞാൻ സൗകര്യപ്പെട്ടെന്ന് പറഞ്ഞു. അതിനിടയിൽ പിന്നെ ഉണ്ടായി വേഗം കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ ചെറുബാല്യക്കാരനായി ഓടിച്ചാടി നടന്ന കൗമാരത്തിലേക്ക് ഇസ്മായിൽ ഇങ്ങനെ കാലെടുത്ത് നോക്കുന്ന പ്രായത്തിൽ ആര് മരിച്ചുപോയി? ഹാജർ മരിച്ചു. ആദ്യം ഈ കൂട്ടത്തിൽ ആദ്യം മരിച്ചാണ് ഹാജറാണ്.
അന്ന് കബയില്ല. എന്തേ ഉള്ളൂ ഇത് ഇങ്ങനെ കല്ലിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ മക്കൾക്കായി ചോറും പോത്തലും പിന്നെ അവൻ വേറെ പോത്തലും അവരങ്ങനെ മാറിയിട്ടാണ്. അപ്പൊ അവര് എല്ലാവർക്കും ബഹുമാനപ്പെട്ട ഒരു ഉമ്മയെന്ന് ഹാജർ. അപ്പൊ എന്നെ എവിടെയാ മറവ് ചെയ്യേണ്ടത്? അപ്പൊ അവർക്ക് അറിയാൻ അങ്ങനെ കെട്ടിടണ്ടായിരുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിന്റെ കല്ലുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അവിടെ പ്രധാനപ്പെട്ട ഒരു ശർപ്പാക്കപ്പെട്ട സ്ഥലമാണെന്ന് ഈ ഗോത്രക്കാർക്ക് അറിയാം. അവരെന്ത് ചെയ്തു? ഇത്ര മതിയായ ഉമ്മയായതുകൊണ്ട് അവരെന്ത് ചെയ്ത് അവിടെ തന്നെ കബറെടുത്തിട്ട് അവിടെ മറന്നു. അങ്ങനെ മഹതിയായ ഹാജറിന്റെ കബർ കഅബയുടെ ഉള്ളിൽ പെട്ടു. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഇസ്മായിൽ വഫാത്തായി. ഇസ്മായിൽ വഫാത്തായപ്പോഴത്തേക്ക് കഅബ ഉണ്ടാക്കി. ഇസ്മായിൽ വഫാത്തായ സമയത്തിന്റെ മുമ്പ് ഇബ്രാഹിം വഫാത്തായി. അപ്പോൾ പിന്നെ നാട്ടുകൂട്ടം കൂടി എന്താണ്, അപ്പോഴത്തേക്ക് കുറെ ആളുകൾ കൂടി മക്കയിൽ വന്നു. ഇസ്മായിലിനെ എവിടെ വഫാത്ത് മറവ് ചെയ്യണം അലൈഹിസ്സലാം. അപ്പോൾ നാട്ടുകൂട്ടം തീരുമാനിച്ചു, ഉമ്മാക്ക് പിരിച്ചപ്പെട്ട മോനല്ലേ, അതുകൊണ്ട് ഉമ്മാന്റെ ചാലയെ. അങ്ങനെ ഉമ്മാന്റെ തൊട്ട് ചാലയെ ആരെയും മറവിച്ചു. അത് ഏരിയ പിന്നീട് ചരിത്രപരമായ ഒരു കാരണത്താൽ പുറത്ത് ചാടി. അതാണ് ഇസ്മായിൽ. അവിടെ രണ്ടാം ഹാജറും ഇസ്മായിലാണ് പ്രധാന കാര്യം. വീണ്ടും തിരിച്ചു വരാം. ആ കഅബയെ നല്ല ഇന്ന് കാണുന്ന കഅബയെ, അതായത് ഇന്ന് കാണുന്ന കഅബയത്തെ എന്ന് പറഞ്ഞാല് എന്തില്ല, ഈ ഏരിയയിലാണ് എന്തായത് ഹാജറിനെ മറവ് ചെയ്തിട്ടുണ്ടാവുക. അവിടെ തന്നെ പിന്നീട് ആര് മറവ് ചെയ്തു? ഇസ്മായിലിനെ അലൈഹിസ്സലാത്തു വസ്സലാം. ചരിത്രപരമായ ഒരു കാരണത്താൽ പിന്നീട് എന്ത് ചെയ്യുന്നറിയോ? കഅബയുടെ ഈ ഏരിയ ചരിത്രപരമായ ഒരു കാരണത്താൽ പുറത്തേക്ക് ചാടി. അതെങ്ങനെ പുറത്തേക്ക് ചാടിയത്? അതായത് ഖുറൈശികൾ പിന്നീട് പുതുക്കി പണിത കാലത്ത് ഹലാലായ സമ്പത്ത് ഇല്ലാതെ വന്നപ്പോൾ അവർ എന്ത് ചെയ്തു? ഉള്ള ഹലാലായ സമ്പത്തോട് കഅബ പൂർത്തിയാക്കിയിട്ട് ഫാത്തിമ മുറിച്ചിടം പൂർത്തിയാക്കിയിട്ട് അവർ ബാക്കിയുള്ള ഏരിയ അടയാളം വെച്ച് പുറത്തിട്ടു. ആ അടയാളമാണ് ഈ കാണുന്നത്. ഇതിന്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് ഇത് നമ്മൾ എന്ത് പറയുക? പോലെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുക? ഇസ്മായിൽ കെട്ട് എന്ന് പറഞ്ഞാൽ ഇസ്മായിലിന്റെ വീട്. മനസ്സിലായില്ലേ? ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും അവിടെ ആരുണ്ട്? ആദമ്മയുണ്ട്, ഇസ്മായിൽ നബിയുണ്ട്. അവരെ ഏരിയയാണ്. അത് ചരിത്രപരമായ കാരണത്താൽ വന്നതാണ്. വീണ്ടും തിരിച്ചു വന്നാൽ നമ്മളിപ്പോഴും എവിടെയാണ് എത്തിയത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബ പുതുക്കി പണിതു. എന്തിനു ശേഷം? തൂഫാന് ശേഷം. പക്ഷെ ഇതന്നെയാണ് ഇബ്രാഹിം നബി ചെയ്തത്. എന്ത് ഈ ഏരിയയിൽ തന്നെ ഇത് ഇങ്ങനെ ഇസ്മായിൽ നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പുതുക്കി പണിതു. എന്തുമാത്രം ചുമര് മാത്രം എന്തില്ല? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഅബക്ക് എന്തില്ല? മേൽക്കൂരയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഅബക്ക് മേൽക്കൂരയില്ല. പക്ഷെ അടിത്തറ പഴയതുപോലെ തന്നെയാണ്. അടിത്തറ എങ്ങനെയാണ് എന്നതിന് ഒരടയാളമില്ല, പുറത്തൊരടയാളം ഇല്ലാത്തത് കൊണ്ട് അള്ളാഹുവോട് ആവശ്യപ്പെട്ടു ഇബ്രാഹിം, അള്ളാഹ് നിന്റെ കെട്ടിടം ഞാൻ പുതുക്കി പണിയാം, പക്ഷെ അതിന്റെ അടയാളം എന്ത്? പുറത്ത് യാതൊരു അടയാളമില്ല. അപ്പോൾ മലക്കുകൾ എടുത്തതും ആദം പുതുക്കി പണിതതും സീത പുതുക്കി പണിതതുമായ അതേ രൂപത്തിൽ ഒരു മേഘക്കെട്ടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കി കൊടുത്തു. അത് കണക്കാക്കിട്ട് തറട്ടു. ആര്? ഇബ്രാഹിം. മനസ്സിലായോ? ഒരു മേഘ കഷ്ണത്തെ കൃത്യമായി ഈ ദീർഘചതുരാകൃതിയിൽ ഒരു മേഘ കഷ്ണത്തെ അള്ളാഹു ഇങ്ങനെ നടത്തിക്കൊണ്ടു. അതിനെ കൃത്യത നോക്കിയിട്ട് അതിന്റെ തണലും കണക്കാക്കിയിട്ട് അങ്ങനെ അടിത്തറ ഇട്ടു. ആര്? സയ്യിദുനാ ഇബ്രാഹിം.
ആ അടിത്തറയുടെ കല്ലാണ് ഇന്നും ഉള്ളതെന്നാണ് പ്രധാനപക്ഷം. 983 അത് സഹമാറ്റിനാണുള്ളത്. ഒട്ടകങ്ങൾ അത്ര വലുപ്പമുള്ള കല്ലുകൾ പുറത്തേക്ക് കൊണ്ടുപോയി ഇവരുണ്ടാവും. ആരും ഇബ്രാഹിമും ഒട്ടകത്തിന്റെ അത്ര വലുപ്പമുള്ള കല്ലുകൾ പുറത്തേക്ക് കൊണ്ടത് മിനായുടെ ഏറ്റിക്കൊണ്ടത് ഉണ്ടാക്കിയത്. അത് ആ അടിത്തറ 83 കുഴിച്ചപ്പോഴാണ്. അതിമ ആരും ഇതുവരെ പിന്നെ തൊട്ടിട്ടുമില്ല. അതിമ പഠിക്കുക ചെയ്തത്. അതായത് ഇബ്രാഹിം നബി ഇട്ട അടിത്തറ പിന്നെ ഇറക്കിയില്ല. അവിടെ പറഞ്ഞത് മനസ്സിലായോ? എന്തില്ല? മേൽക്കൂരല്ല വാതിൽ വെച്ചു മേൽക്കൂരല്ല. അതങ്ങനെ പോയി. പിന്നീട് പക്ഷെ എന്തെന്നെ സമചതുരാകൃതിയല്ല, എന്ത് ദീർഘചതുരാകൃതി അങ്ങനെ പോയി. പിന്നെ അനാലിക്കാൻ ഗോത്രം പുതുക്കി പണിതിട്ടുണ്ട്. പിന്നെ ജുർഹും ഗോത്രവും പുതുക്കി പണിതു 2 തവണ. എത്ര തവണയായി ജുർഹും ഗോത്രത്തിൽ എത്തുമ്പോഴേക്കും എത്ര തവണയായി? മലക്കുകള്, പിന്നെ 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 ഇബ്രാഹിം, അമാലിക്ക ഗോത്രം, ജുർഹും ഗോത്രം. എത്ര? 7ാമത്തത് പുതുക്കിപ്പണ്ട് മുസ്തഫ നബിയുടെ വല്യപ്പമാരുടെ കൂട്ടത്തിലെ ഒരു പഴയ വല്യപ്പയായ ഹുസൈൻ ബിൻ കിലാബ് മക്കയിലെ വലിയ നേതാവായ ഒരു കാലം ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ പ്രമാണിയെ അദ്ദേഹം പുതുക്കിപ്പണിതിട്ടുണ്ട്. ഹുസൈൻ ബിൻ കിലാബ് എന്നവര് അദ്ദേഹമാണ് ആദ്യമായി മേൽക്കൂര കെട്ടിയത് ബഹുമാനപ്പെട്ട ഹുസൈൻ മുസ്തഫ നബിയുടെ വലിയ ഹുസൈൻ ബിൻ കിലാബ്. ആദ്യം മേൽക്കൂര ഉണ്ടാക്കിയത് ഹുസൈൻ ബിൻ കിലാബ്. പക്ഷെ ദീർഘചതുരാകൃതി സമചതുരാകൃതിയല്ല. ബാക്കി വെച്ചതും അദ്ദേഹം തന്നെയാണ്. കാരണം ബാക്കി എന്തുകൊണ്ട് മേൽക്കൂര ഉണ്ടാവും. വെള്ളം തണക്കെട്ടി നിൽക്കുന്നു. വെള്ളം വന്നാൽ എന്ത് ചെയ്യണം? അങ്ങോട്ട് ഒഴുകി പോകണം. അതിനുവേണ്ടി പാർട്ടി വെച്ചു. സ്വർണ്ണം പാർട്ടിയല്ല. പിന്നെ തുല്യ പുതിയ ഖലീഫമാർ സുൽത്താൻമാരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അത് സ്വർണ്ണം പാർട്ടിയാക്കി, സ്വർണ്ണം പൂശി, പിന്നെ സ്വർണ്ണം പാർട്ടിയാക്കി. ബാക്കി വെച്ചത് ഹുസൈൻ ബിൻ കിലാബാണ്. ഹുസൈൻ ബിൻ കിലാബിന് ശേഷം പിന്നെ ഖുറൈശികൾ പുതുക്കിപ്പെട്ടു. എത്രാമത്തെ വട്ടം? ഹുസൈൻ ബിൻ കിലാബ് എത്രാമത്തെ ആളാ? 7. 8ാമത്തത് ഖുറൈശികൾ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യൗവനകാലത്ത്, നുബുവത്തിന് മുമ്പ്, അന്നാണ് നിങ്ങൾക്കറിയാലോ ഒരു പ്രശ്നം ഉണ്ടായത്. ഹജറുൽ അസ്വദ് അവിടെ എടുത്തു വെക്കാൻ ആർക്കാണ് അധികാരം എന്ന കാര്യത്തിൽ മക്കക്കാർ തർക്കിച്ചപ്പോൾ ഇനി ഹറമിലേക്ക് ആദ്യം വരുന്ന ആൾ അത് നിർവഹിക്കട്ടെ എന്ന് പറഞ്ഞു. ആദ്യം കയറി വന്നത് ആരാണ്? മുസ്തഫ നബിയാണ്. അപ്പോൾ മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ എല്ലാവരും അല്ലമീൻ വന്നല്ലോ, അവ യോഗ്യൻ അല്ലമീൻ തന്നെ എന്ന് പറഞ്ഞു. അന്ന് റസൂലുള്ളാഹി 40 വയസ്സ് പോലും ആയിട്ടില്ല. അപ്പോൾ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്ത്? എല്ലാ ഗോത്രക്കാരും പിടിച്ചു വരുത്തി ഒരു മുണ്ടിൽ കല്ല് വെച്ച് എന്ത് ചെയ്ത്? എല്ലാ ഗോത്രക്കാർക്കും അപാകതയെ കൊടുത്തു. ഇവരുടെ കാലത്ത് ചെറിയ ചെയ്തിട്ടുണ്ടായി. എന്ത്? ഖുറൈശികൾ പുതുക്കി പണ്ടത്തിന് ചെയ്തിട്ടുണ്ടായി. എന്ത്? ഹലാലായ സമ്പത്ത് കുറവായത് കൊണ്ട് ഹലാലായ സമ്പത്തുകൾ പൂർത്തിയാക്കിയാൽ മതി എന്നവർ തീരുമാനിച്ചു. ആര്? ഖുറൈശികൾ. അപ്പോൾ ഹലാലായ സമ്പത്താണ് കഴിഞ്ഞു. അപ്പൊ അവർ ഇനി എന്താ വേണ്ടത്? വീണ്ടും യോഗം കൂടി. അപ്പോൾ അവർ പറഞ്ഞ അത് കാബയാണ്, ഒന്നും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നതിലേക്ക് കയറ്റാൻ പാടില്ല. അങ്ങനെ അവർ എന്ത് ചെയ്തു എന്നറിയോ? ദീർഘചതുരാകൃതിയായ കാബയെ സമചതുരാകൃതിയിൽ മുറിച്ചിട്ട് ബാക്കി ഏരിയ എന്ത് ചെയ്ത് അടയാളം. ആ അടയാളമാണ് ഇന്ന് നമ്മൾ കാണുന്ന അടയാളം. അപ്പോൾ ഇന്ന് നിൽക്കുന്ന കാബയുടെ ചുമരിൽ 4 ചുമരുകള് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാബയുമല്ല, മലക്കളുടെ കാബയുമല്ല, ഈ കഴിഞ്ഞ ആരുടെ കാബയുമല്ല. മനസ്സിലായോ പറഞ്ഞത്? എന്നാലും കാബ തന്നെ ഉണ്ട്. കാബയായി കണക്കാക്കണമെങ്കിൽ എവിടെ ഏതുവരെ കൂട്ടണം? അതുകൊണ്ടാണല്ലോ പറയേ കാബയുടെ പുറത്ത് തവാഫ് ചെയ്യണ്ടേ. അതുകൊണ്ടാണ് ഹിജ്ർ ഇസ്മായിൽ കെട്ടിന്റെ പുറത്ത് വരുന്നത്. ഹിജ്ർ ഇസ്മായിൽ കെട്ടി എന്തിൽ വരും? കാബയുടെ ഉള്ളിൽ വരും.
ഹലാലായ സമ്പത്തില്ലാത്തത് കൊണ്ടാണ് ഇനി പ്രശ്നങ്ങൾ. ഇനി പ്രശ്നം കേട്ടോ, ഭാര്യമാരെ ഒറ്റയ്ക്ക് പറയും, എനിക്ക് വല്യപ്പാട കഅബ തന്നെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നെ അടിത്തറ മലക്കുകൾക്ക് ശേഷം അടിത്തറ ഇട്ടതും മേഘക്കൂട്ടം വന്നിട്ട് എന്റെ സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അടിത്തറ വാങ്ങിയതുമായ ദീർഘചതുരാകൃതിയായ കഅബാലയത്തെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ അത് ചെയ്താല് ആളുകൾ എന്ന് പറഞ്ഞാൽ അവര് പരിചയപ്പെട്ട ഇപ്പോഴത്തെ കഅബ ഇങ്ങനെയാണ്. അപ്പൊ ഞാനത് ചെയ്താൽ പെട്ടെന്ന് അതിന് നാട്ടിലുമായിട്ടൊരു ഫിത്ന ഉണ്ടാവണ്ട എന്ന് ഇസ്ലാം. അപ്പൊ ആളുകൾ പൊതുവിശ്വാസികളല്ല എന്ന് വെങ്കിൽ ഇബ്രാഹിം നബിയുടെ അടിത്തറയിൽ ഞാൻ കഅബയെ വീണ്ടും ദീർഘചതുരാകൃതിയിലേക്ക് കൊണ്ടുവരുമായിരുന്നു എന്ന് എപ്പോഴും റസൂൽ പറയാറുണ്ടായിരുന്നു. പിന്നെ അവർ പൊതുവിശ്വാസികളായതുകൊണ്ട് ആകെ പൊളിച്ച് കഅബയിലെ ബിംബങ്ങളെ ഒഴിവാക്കി അവസാനം കഅബയെ മാറ്റിയല്ലോ എന്നത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതുപോലെ വസ്വാസ് ഉണ്ടാകും. അപ്പൊ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഇപ്പോഴും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. എനിക്ക് ഉള്ളിനുള്ളിൽ ആഗ്രഹമുണ്ട് എന്ത് ഹലാലായ സമ്പത്തുണ്ടല്ലോ. അപ്പൊ എനിക്ക് പഴയതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എടുത്തതുപോലെ കഅബ എടുക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എന്ന് എപ്പോഴും മുസ്തഫ നബി ഭാര്യമാരോട് പറഞ്ഞിരുന്നു. ഇത് ഏറ്റവും റിപ്പോർട്ട് ചെയ്ത പെണ്ണ് മഹതിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയാണ്. ആയിഷ ബീവിക്ക് ഒരു മോനുണ്ട്, പ്രസവിക്കാത്ത മോൻ. ആയിഷ ബീവിക്ക് പ്രസവിക്കാത്ത മോനുണ്ട്. അതായത് ആയിഷയുടെ ഏട്ടത്തിയാണ് അസ്മാ ബീവി. അസ്മാ ബീവിക്ക് 4 ആൺകുട്ടികളുണ്ട്. ആയിഷ ബീവിക്കോ മക്കളും ഇല്ല, പ്രസവിച്ചിട്ടുമില്ല. അപ്പൊ ആയിഷ ബീവി അസ്മാ ബീവി എന്ത് ചെയ്യുന്നറിയോ, അവരുടെ കൂട്ടത്തിൽ അബ്ദുള്ള എന്ന കുട്ടിയെ ആയിഷ ബീവിക്ക് ദാനം കൊടുത്തു. അത് അന്ന് മുതൽ ആയിഷ ബീവിയുടെ കുടുംബം തൂങ്ങിയിട്ടാണ് ഈ കുട്ടി നടക്കുക. ഈ കുട്ടിയാണ് ലോക പ്രശസ്തനായ മഹാനുമായ പ്രഗത്ഭ സ്വഹാബിയായ അബ്ദുല്ലാഹ് സുബൈർ റളിയല്ലാഹു. ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഭയങ്കര സ്ഥാനമുള്ള മഹതിയാണ്. ഭയങ്കര വിവരന്റെ ബുഖാരിയിൽ നിന്ന് കാണുന്ന ഏകദേശം ഹദീസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ഭയങ്കര ആളല്ലേ ആയിഷ ബീവി. ആയിഷ ബീവിയോട് വല്ല സംശയം ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആരോടാ പറയാ? അബ്ദുല്ലാഹ് സുബൈറിനോട് പറയും, ഉമ്മാനോട് ഉമ്മാന്നാ പറയാ. ആയിഷ ബീവിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആയിഷ ബീവിന്റെ ഉമ്മ എന്ന് പറയുന്നത്. അന്ന് മുതൽ ഉമ്മു അബ്ദില്ല എന്നൊരു അപരനാമമുണ്ട് ആൾക്ക്. ആ ആയിഷ ബീവിക്ക് ഒരു അപരനാമമുണ്ട്. ഒരാൾ ചോദിക്കുകയാണെങ്കിൽ മറുപടി പറയാം. ആയിഷ ബീവിയുടെ അപരനാമം എന്ത്? ആയിഷ ബീവിയുടെ അപരനാമമാണ് എന്ത്? ഉമ്മു അബ്ദില്ല, അബ്ദുല്ലാന്റെ ഉമ്മ. അബ്ദുള്ള ആരല്ലേനും മോനല്ല, അത് ആരുടെ മോനാണ്? ഏട്ടത്തിന്റെ മോനെ. ഏട്ടത്തിന്റെ മോനെ പിന്നെ തൊട്ടാ ഒന്നും മുറിയില്ലല്ലോ. ഏട്ടത്തിന്റെ മോനെ തൊട്ടാ ഒന്നും മുറിയില്ലല്ലോ. അപ്പൊ ആരെ സ്ഥാനത്ത് തന്നെ, ആരുടെ സ്ഥാനത്ത് തന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ അബ്ദുല്ലാഹിബ്നു സുബൈറിനോട് ഇങ്ങനെ ഇരിക്കുമ്പോ പറയും, മോനെ റസൂലുള്ളാഹിക്ക് അത് പഴയ കോലത്തെ ആക്കണമെന്ന് വലിയ കൂട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വഫാത്തായി. ഈ കുട്ടി വീണ്ടും കുറെ കാലം ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ മക്കയിലെ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ശേഷം പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഭരണരംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മക്കയിലെ ഭരണാധികാരിയായി മക്കക്കാർ വാഴിച്ചിട്ടുണ്ട് ആരെ? അബ്ദുല്ലാഹ് സുബൈർ. മക്കയുടെ ഭരണാധികാരിയായി. മനസ്സിലായില്ല. അലി ബിൻ അബീ ത്വാലിബ് വഫാത്തായി. ഇപ്പൊ 4ാമത്തെ ഖലീഫയിൽ കഴിഞ്ഞു. പിന്നെ ഖലീഫയായ ആരാ? സയ്യിദ്ന മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയക്ക് ശേഷം ഒരു രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടായിട്ടുണ്ട് അവിടെ. കാരണം അവിടെ ആര് ഭരണാധികാരിയായി? മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ആര്? യസീദ്. ആ കാലത്ത് കർബലയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അക്കാലത്ത് മക്കക്കാർ എന്ത് ചെയ്യുന്നറിയോ? കൂഫ കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ ഭരണം. കൂഫയും ഡമാസ്കസുമെല്ലാം. ഞാനിത് അവസാനിപ്പിക്കാം. നല്ല ഉഷാറിലാണെങ്കിലേ മതിയുള്ളൂ. ഉഷാറിലാണോ? കുടുങ്ങിയോ? അത്താരായത് കൊണ്ട് ക്ലാസ് ഉണ്ടാവില്ലാതെ വിചാരിച്ച മഹാന്മാർ ഞങ്ങളെ കൂട്ടത്തിൽ
ഞാൻ പറയുന്നത് എത്ര ആളെ ഫോണിന്റെ അത്താലത്തെ ക്ലാസ് ഉണ്ടോ? പറയില്ല, എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പറയും. ഞാൻ പറയുകയാണ് വേണല്ലോ എന്ത് ആരെങ്കിലും മുന്നിലൊന്ന് മരിച്ചു നടത്ത കാര്യമില്ലല്ലോ കൂട്ടരെ. എന്തെങ്കിലും ആരെങ്കിലും മുന്നിൽ ദിവസം വളർത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു സുഖം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. തൽക്കാലം അക്ഷശിമാവിന്റെ ആദ്യം വലിയ വലിയ മസ്തര കണ്ടുപിടിച്ചാൽ ഇമാമ അക്ഷശിമാമ അദ്ദേഹത്തിന് ശിഷ്യന്മാരുണ്ടായിട്ടില്ല. അദ്ദേഹം പൂർവ്വ ചന്തയിൽ പോയിട്ട് ആട് വാങ്ങിക്കൊണ്ടത് ആടിനോട് വാങ്ങിയ മസ്തരകളൊക്കെ ആട് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ തല ഇങ്ങനെ ആടുമ്പോ ഇമാമ ഞാൻ കുറച്ചൊക്കെ എന്നങ്ങനെ ചരിത്രമുണ്ട്. എന്നതുപോലെ കേൾക്കി എവിടെത്തി ആദ്യത്തെ 9ാമത്തെ ആളായി. അതായത് 4 ഖലീഫമാരും കഴിഞ്ഞ് മുആവിയ റളിയല്ലാഹു അൻഹു കഴിഞ്ഞ് യസീദിന്റെ ഭരണകാലത്ത് ഒരു രാഷ്ട്രീയ അസ്ഥിരത ഹിജാസിലും പരിസരത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കാരണം മക്കക്കാർ എന്ത് ചെയ്ത് ഡമാസ്കസ് ഭരണത്തിൽ നിന്ന് വേറിട്ട് സ്വയം രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. എന്തിനെ പറയും മനുഷ്യന്മാരെ? മക്കക്കാരെ പഴയ ഇസ്ലാമിക സാമ്രാജ്യത്തിൽ നിന്ന് വേറിട്ടിട്ട് അലി ഇബ്നു അബീ ത്വാലിബിന്റെയും മുആവിയയുടെയും കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഐക്യ ഇസ്ലാമിക രാഷ്ട്രത്തിൽ നിന്ന് മക്കക്കാർ വേറിട്ടിട്ട് നിങ്ങളെ യസീദും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഇത് വേറെ കിട്ടാൻ മാറി. അത് ശരിയുമായിരുന്നു. അപ്പോൾ അവരെ അവിടെ മഹാനായ ഒരു മനുഷ്യനുണ്ട്. ആര്? അബ്ദുല്ലാഹ് ഇബ്നു സുബൈറാണ്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ആരാണ്? റസൂലുള്ളാഹിന്റെ ഉദ്ദീനെ വേണമെങ്കിൽ പറയാം. കാരണം റസൂലുള്ളാഹിന്റെ ഭാര്യന്റെ വർക്കാട്ട മോനാവുമ്പോ വളർത്തുപ്പ ആരെന്നെയാണല്ലോ. വളർത്തുമ്മ ആയിഷ ബിബിയാണെങ്കിൽ വളർത്തുപ്പ ആരാണ്? ആയിഷ ബിബി റസൂലല്ലേ. അപ്പൊ അത്രയും വലിയ മഹാനാണ് ആര്? അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ മക്കക്കാരും ഭരണാധികാരിയും ഖലീഫയും അമീറുൽ മുഅ്മിനീനുമായി വഹിച്ചു. അദ്ദേഹം മക്കയിൽ ഭരണം നടത്തവേ പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങിയ റാഹത്തായി നല്ല ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന് തോന്നിയത് ഉമ്മ പറഞ്ഞത് നടപ്പിലാക്കണം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? ഈ സമചതുരാകൃതിയായ കഅബയെ പൊളിച്ചിട്ട് ഇബ്രാഹിം നബിയൊക്കെ ഉണ്ടാക്കിയ ആദം നബി മലക്കളൊക്കെ ഉണ്ടാക്കിയ ദീർഘചതുരാകൃതിയിലേക്ക് കഅബയെ മടക്കി കൊണ്ടുപോയി. ആർക്ക് ശേഷം? റസൂലുള്ളാഹിക്ക് ശേഷം 20 വർഷമായി. അതായത് അത് മക്കയിലെ ചില ആളുകൾക്ക് പറ്റിയില്ല. നബി വരെ അയ്മനാണ് വാപ്പിയിരുന്നത്. ഇപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്താ പുതിയ പരിപാടി? മനസ്സിലായില്ല? ചില പ്രശ്നക്കാര് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചാൻസ് ചാടുകയില്ല. അവർക്ക് വിശ്വാസമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരു ചാട്ടയുടെ ചാടും അതിന് അധികാരം എത്തിക്കേണ്ടി വരും. മനസ്സിലായില്ല? എന്താണ് നിങ്ങൾ അന്തർപ്പെട്ടിരിക്കുന്നത്? രാഷ്ട്രീയത്തിനെ പറ്റി രാഷ്ട്രീയത്തിന് ഒന്നിനും വിശ്വാസം. ഈ ലോകത്ത് ഒന്നിനും വിശ്വാസം രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം മനസ്സിലാണ്. അത് എല്ലാ രാഷ്ട്രീയത്തിനും വിശ്വസിക്കാണ്. പിന്നെ അത് മാത്രമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നാശവും അതിന്റെ കണക്കാണ്. വടക്ക് നോക്കി യന്ത്രത്തിന് നമ്മള് അതിന്റെ സൂചി ബാധിക്കുന്നതാക്കിയാലും പിന്നെ നമ്മളെ വിട്ടാൽ പിന്നെ അത് എടുക്കണം എന്ന് പറഞ്ഞാൽ ഏത് കാര്യങ്ങളും ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നേതൃത്വത്തിൽ കഅബ പുതുക്കി പണിതു. എങ്ങനെയാക്കി? പഴയ മലക്കുകളും ആദം നബിയും ശീല നബിയും ഇബ്രാഹിം നബിയും ഒക്കെ ഉണ്ടാക്കിയ പഴയ കഅബയിലേക്ക് മടക്കിക്കൊണ്ടെന്നു. അതിന്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞപ്പോൾ അതും എന്ത് ചെയ്ത് അങ്ങനെ തന്നെ ചില ആളുകൾക്കൊക്കെ അഭിപ്രായങ്ങളുണ്ടായി. ഈ അഭിപ്രായങ്ങളുമായി പുറത്തുമുള്ള ശക്തികൾ മുതലെടുത്തു. അന്നും ഭരണാധികാരി ആരാണ്? പുറത്താരാണ്? യസീദ്.
അയാളുടെ കൂഫ ഗവർണറായിരുന്നു ആര്? നിഷ്ഠൂരനായ ഹജ്ജാജ് ബിൻ യൂസുഫ്. ഹജ്ജാജ് ബിൻ യൂസുഫ് കുതിരപ്പട നടത്തി ഇങ്ങോട്ട് മക്കയിലേക്ക് കഅബ വിളിച്ചു. അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ കൊന്നു. കുന്തത്തിൽ നാട്ടി 7 ദിവസം കുന്തത്തിൽ നാട്ടി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ വാസനിക്കാൻ വേണ്ടി വാസനിച്ചില്ല. അപ്പോൾ അവർ ഒരു തെരുവ് നായനെ അറിഞ്ഞിട്ട് അതിനെ കുന്തത്തിലാക്കി. അപ്പോൾ നായയുടെ ശരീരത്തിൽ നിന്ന് പോലും സ്ത്രീ വസിച്ചു. അങ്ങനെ കൊന്നിട്ട് കഅബ പൊളിച്ചിട്ട് ഇടക്കാലത്തുള്ള കഅബയിലേക്ക് മാറ്റി. പിന്നെ അതുപോലെ ആരും തൊട്ടിട്ടില്ല. ഒരു ഫിത്ന ഉണ്ടാവും വിചാരിച്ച് അങ്ങനെ പറഞ്ഞത് മനസ്സിലായില്ല. 10ാമത്തെ നിർമ്മിതിയാണ് ആരുടേത്? അങ്ങനെ ആരുടേത്? അയാൾ നിഷ്ഠൂരനാണ്. അപ്പൊ 11ലേക്ക് കയറി നമുക്ക് പറഞ്ഞു മലക്കുകൾ പിന്നെ ജുർഹൂം ഗോത്രം, പിന്നെ ഹുസൈബിന് പിന്നെ ഖുറൈശികൾ, പിന്നെ പിന്നെ ഹജ്ജാജ് ബിൻ യൂസുഫ്. ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ അംഗീകരിച്ചു. കാരണം റസൂൽ പറഞ്ഞിട്ടുണ്ട് കഅബ പൊളിച്ച് മാറ്റിയാൽ അതിന് പിന്നെ എന്തുണ്ടാവും? പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നം എപ്പോഴും പിന്നെ കാലത്ത് എന്തൊക്കെയോ നടന്നിട്ടും എന്ത് മാറ്റിയില്ല. ഒരു പക്ഷേ ഇലാഹിന്റെ ഒരു തന്ത്രവുമാകാം. എന്താ തന്ത്രം? ഈ ഉമ്മത്തിന് ഖിയാമത്ത് നാൾ വരെ കഅബയുടെ ഉള്ളിൽ നിസ്കരിക്കാനുള്ള തൗഫീഖ്. ഇപ്പൊ മന്ത്രിമാർ വന്നിട്ട് പറയും, ഞാൻ ഇന്നാലില്ല ബഹുമാനപ്പെട്ട മന്ത്രി കഅബയുടെ ഉള്ളിൽ കഅബയുടെ ഉള്ളിൽ നിസ്കരിച്ചു വരികയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ചിരിക്കാം. ഇതൊന്നും പൊട്ടനായതുകൊണ്ടാണ് പറയുന്നത്. കാരണം കഅബയുടെ ഉള്ളിൽ നിസ്കരിക്കാത്തൊരു സ്വന്തത്തിലില്ല. പറഞ്ഞത് മനസ്സിലായില്ല. പിന്നെ അതിന്റെ ഉള്ളിൽ കയറി മറിഞ്ഞിട്ടില്ല. ആ ബുദ്ധിമുട്ടുണ്ടായാലേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെയല്ലാത്തതുകൊണ്ടാണ് ഞാൻ കണ്ണുവെച്ച് നോക്കിയിട്ട് ഞാൻ പ്രേരിപ്പിക്കണ്ട. അപ്പുറത്തുള്ളും ഇസ്മായി കിട്ടുന്ന ഷാഫിൽ വളരെ കുട്ടി ഒരു വ്യത്യാസമില്ല. ഇത് കൂടി കിട്ടിയിരുന്നെങ്കിൽ ഷറഫാക്കപ്പെട്ട ഈ സമുദായത്തിനെ ഉള്ളിൽപ്പെട്ട മിസ്കിമാർക്ക് ഇതിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ രാജാവ് തോന്നങ്ങളെ കാത്തു കഴിയും. അതുകൊണ്ട് അമ്മാനെ ഇരിക്കുമ്പോൾ ഖിയാമത്ത് നാൾ വരെ മക്കയിൽ നിന്ന് ഏത് ഉമ്മത്തും മുഹമ്മദിൽപ്പെട്ട ഇത് നിങ്ങൾ ചിന്തിക്കുക. ഈ കഅബ ചുരുക്കുന്നത് ആരാണ്? കഅബ ചുരുക്കുന്നത് ആരാണ്? കഅബ ചുരുക്കുന്നത് ആരാണ്? ഭരണ ഖുറൈശികൾ. ഖുറൈശികൾക്ക് ശേഷം പിന്നെ നബി വന്നത് ആര് മാത്രമാണ്? അപ്പോൾ ഇത് മന്നിനെ ഖസായിസി മുഹമ്മദാണ്. എന്തിന്? ഈ തൗഫീഖ് സ്വലാത്തി ഉമ്മത്തി ദാഖിൽ കഅബ. കഅബയുടെ ഉള്ളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗദാശിനെ ഏത് രാജാവിനോടും ഏത് മന്ത്രിയോടും സമ്മതം ചോദിക്കാതെ ഈ ഉമ്മത്തിൽപ്പെട്ട എല്ലാ മിസ്കിന്മാർക്കും പോലും കഅബയുടെ ഉള്ളിൽ നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഇലാഹിയായ ഹിക്മത്തായിരിക്കാം എന്ന് പിന്നീട് പണ്ഡിതന്മാർ മനസ്സിലാക്കി. കാരണം അത്രയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. മഴ കൊണ്ട് കെട്ടുന്നത് ഇപ്പോൾ ഇഷ്ടല്ല. എന്തുകൊണ്ട്? ചെയ്യണം, പക്ഷേ ഈ ഉമ്മത്തിൽപ്പെട്ട കഅബയുടെ ഉള്ളിൽ വന്ന് നിസ്കരിക്കാം. ഏതൊരു മിസ്കീനും ഏത് മടിപ്പായ ദുർബലനും കഅബയുടെ ഉള്ളിൽ ഏത് രാജാവിനോടും ഏത് മന്ത്രിയോടും സമ്മതം ചോദിക്കാതെ കഅബയുടെ ഉള്ളിൽ ഈ സമുദായത്തിലെ മിസ്കീന്മാർക്ക് പോലും നിസ്കരിക്കാൻ അല്ലാഹു നൽകിയ തൗഫീഖാണ്. എന്ത്? അതായിരിക്കാം
എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഹജ്ജാജിന്റെ മുസ്ബ് വീണ്ടും പഴയ കോലത്തിലേക്ക് പകുതി കാബയാക്കിയെത്തി ഇജസ്മാറ്റിട്ടു. പിന്നീട് 2 നിർമ്മിതിയാണ് നടന്നത്. ഒട്ടോമറ്റോക്കിലുള്ള കാലത്ത് രാജാവായ സുൽത്താൻ മുറാദ്. പിന്നെ 1983 പടവിനെ അപ്പോൾ വ്യക്ത വിഷയങ്ങളിൽ പറഞ്ഞാൽ അവസാനിപ്പിക്കും. എന്തിനാണ് ഉണ്ടാക്കിയത്? ഭൂവാസികൾക്ക് അള്ളാഹുവിനെ ഭൂവാസികൾക്ക് അള്ളാഹുവിന്റെ ഒരു മിനിറ്റോട് ഉത്തരപ്പം പറയും കഴിഞ്ഞു. ഭൂവാസികൾക്ക് അള്ളാഹുവിന്റെ പൊരുത്തം നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് എന്ത് കഅബയെ തവാഫ് ചെയ്യുന്നത്. കഴിയുന്നവർ തവാഫ് ചെയ്യുക, കഴിയാത്തവർ ആഗ്രഹിക്കുക. രണ്ടും സമമാണ്. തിരിഞ്ഞിട്ടില്ല, അവർക്കെല്ലാം ദോഷം കൊടുത്തു. കഴിയുന്നവർ പോയി ചെയ്താൽ മതി. കഴിയാത്തവർ എന്തെങ്കിലും കഴിഞ്ഞെങ്കിൽ എന്റെ പാപം കഴുകിയിരുന്നല്ലോ എന്ന് ആഗ്രഹിച്ചാൽ മതി. എന്നാൽ തന്നെ വരെ പാപം പോകും. പോയിന്റ് നമ്പർ 2, തിരിച്ചു വരും. കഴിവ് വേണമല്ലോ. കഴിവ് കൊടുക്കേണ്ടവനാരാ? അപ്പോൾ ഭൂവാസികൾക്ക് അള്ളാഹുവിന്റെ പൊരുത്തം നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാനുള്ള മാർഗമാണ് എന്ത്? കഅബയെ വന്നിട്ട് എന്ത് ചെയ്യാൻ? തവാഫ് ചെയ്യാൻ. അത് 2 തരമാണ് തവാഫ്. ഒന്ന് റജാഉ തവാഫ്, ഒന്ന് തവാഫ്. കഴിവുള്ളവർ എന്ത് ചെയ്യണം? അവിടെ പോയി എന്ത് ചെയ്യണം? തവാഫ് ചെയ്യണം. കഴിവില്ലാത്തവർ റജാഉ തവാഫ്, തവാഫിന് ആഗ്രഹിച്ചാൽ എന്നാൽ തന്നെ അവന്റെ ദോഷം കൊടുത്തു. തിരിച്ചു മടങ്ങി. മലക്കുകൾ എങ്ങനെയാണ് ബൈത്തുൽ മഅമൂറിനെ തവാഫ് ചെയ്തത്? 70,000 അതൊന്നും എങ്ങനെ കൈഫിയത്ത് എങ്ങനെ കരഞ്ഞുകൊണ്ടും മാനസികമായി വേദനിച്ചുകൊണ്ടും. എന്തുകൊണ്ട്? അനില്ല, അള്ളാഹുവിനെ തൊട്ടവര് എന്തായല്ലോ അകന്നു പോയല്ലോ എന്ന്, അള്ളാന്റെ പൊരുത്തത്തെ തൊട്ടവര് അകന്നു പോയോ എന്ന ഖേദത്താൽ കരഞ്ഞുകൊണ്ടും വേദനിച്ചുകൊണ്ടുമാണ് ബൈത്തുൽ മഅമൂറിനെ ആര് തവാഫ് ചെയ്തത്? അങ്ങനെ തന്നെയാണ് ആഗ്രഹം തവാഫ്. അപ്പോൾ ഹജ്ജിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ കരയലും ഇസ്തിഗ്ഫാറും. വിഷയത്തിന്റെ മർമ്മം അവസാനിപ്പിക്കണം. ഹജ്ജിനെ പോയിട്ടൊന്നും ഒന്നും കിട്ടില്ല. ഹജ്ജിന്റെ മർമ്മം മനസ്സിലായില്ല. ഹജറുൽ അസ്വദ് ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ഇറക്കി ജബൽ അബീ ഖുബൈസിൽ പാത്തു വെച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഇബ്രാഹിമിന് ജബൽ അബീ ഖുബൈസിൽ നിന്ന് നൽകിയെന്നും മലായികത്ത് നേരിട്ട് നൽകിയെന്നും അഭിപ്രായമുണ്ട്. അത് ഇബ്രാഹിമിന്റെ കാര്യത്തോട് കൂടെ ഉള്ളതാണ്. എന്ത്? വേദനിച്ചുകൊണ്ടും അങ്ങനെയാണ് ആരും തവാഫ് ചെയ്തത്. ഇനി കേട്ടോളൂ. ആദം നബിയുടെ ഹജ്ജ് കരയലും ഇസ്തിഗ്ഫാറുമാണ്. അതുകൊണ്ട് ഹജ്ജിന്റെ മർമ്മം കരയലും ഇസ്തിഗ്ഫാറുമാണ്. ഖിയാമത്ത് നാൾ തീർച്ചയായും ഹജ്ജ് ചെയ്താൽ ഹജ്ജ് കബൂലാവും. മനസ്സിലായില്ല? ഹജ്ജിന്റെ മർമ്മം കാരണം ബൈത്തുൽ മഅമൂറിനെ പറത്തി മഅസൂമീങ്ങൾ
ലക്ഷങ്ങളായ മലക്കുകൾ പോലും കരഞ്ഞുകൊണ്ടും വേദനിച്ചുകൊണ്ടുമാണ് തവാഫ് ചെയ്തതെങ്കിൽ ആ കരയിലും ഇസ്തിഗ്ഫാറുമാണ് മഅസൂമായ ആദം ചെയ്തതെങ്കിൽ അതന്നെ ഹജ്ജിന്റെ മർമ്മം. ഹജ്ജ് കബൂലാകുന്നത് എപ്പോൾ? ഹാജി കഅബാലയത്തിൽ വരുന്നവന് അവന്റെ മർമ്മം എന്താകണം? വേദന. ഇസ്തിഗ്ഫാർ എന്തിനുള്ള വേദന? ലിൽ മുഅ്തി അനില്ല ബിദുനൂബിഹി, ദോഷം കാരണം അല്ലാഹുവിൽ നിന്ന് അവൻ വളരെ അകന്നു പോയോ എന്ന ചിന്തയാലുള്ള വേദനയും കരച്ചിലും. ഇങ്ങനെ ആയാൽ മാത്രമേ കഅബാലയത്തിൽ പോകുന്നവനെ അല്ലാഹു തആല സ്വീകരിക്കുള്ളൂ. ചായല്ലേ അല്ലേ? ചായല്ലേ ആണല്ലോ. ആ ഉറങ്ങോടെയൊക്കെ ഒന്ന് മുച്ചോട്ടി മനുഷ്യന്മാരെ ചായ എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ചായല്ലേ ആണല്ലോ. ഇത് തണുത്ത ചായ. കാരണം എന്നോട് ബഹുമാനപ്പെട്ട സെലിമാജി പറഞ്ഞ് നിങ്ങളൊരു ചായ കുടിച്ചാതെ ഞാൻ ചുണ്ടിച്ചപ്പോൾ ഭയങ്കര ചൂട്. അപ്പൊ ഞാനത് തന്നെ വെച്ച് ഇങ്ങനെ ക്ലാസ് തുടങ്ങിയതിന് ശേഷം അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പൊ എന്തായിട്ടുണ്ട് ഇനി നമ്മുടെ ലോഹപാത്രത്തിലെ പാത്രത്തിലാക്കിയിട്ട് ചൂടാക്കി നോക്കാം. അതിനെന്താ ഉണ്ടാവുക? ചൂടുള്ളതാണോ? ചൂടുള്ളാവില്ലേ? അതെങ്ങനെ പറഞ്ഞേ? കുറച്ച് കണ്ണൻ ചട്ട കൊണ്ടുള്ള മാലത്തൊട്ടി മുഖത്ത് മനസ്സിലായില്ല. ചങ്ങാതി ഇതിന്റെ അടിയിൽ ചൂടാണ് കൊടുത്താൽ ഇതിന് തവാഫ് ചെയ്യും. അതന്നെ അല്ലാഹുവിൽ ഞാൻ അകന്നോ എന്ന മനുഷ്യന്റെ മനസ്സിന്റെ ചൂട്. ആ ചൂടാണ് അവനെ എവിടെ ചുറ്റുന്നത്? അത് പറഞ്ഞത് മനസ്സിലായില്ല. ആ ചൂടാണ് ബൈത്തുൽ മഅമൂർ. ആരുടെ ചൂട്? ആ ചൂടാണ് ആരുടെ ചൂട്? ആരുടെ ചൂട്? ആ ചൂടാണ് ചൂട്. ചൂടില്ലാതെ ചിന്ത, ചൂടുണ്ടായി മനസ്സിലായില്ല. ചൂടുണ്ടായി ചിന്തിയാതെ എന്താവുള്ളൂ? യഥാർത്ഥ ചിത്തരാവും. നിങ്ങൾ ഇവിടെ ഇല്ല ഇടത്ത് സ്വാപ്പ് ചെയ്യുന്ന ഈ ചായ എന്തായാ മതി? പിന്നെ പഠിപ്പിച്ച ചരിപ്പിക്കാനോ ഞാൻ തോന്നുന്നത് ചില തോഫീക്കൾ ഞാൻ തോന്നുന്നത് ഞാൻ അങ്ങനെ മനസ്സിലാക്കണം. അതിനാണല്ലോ തർക്കൽ. ചൂട് കൂടിയപ്പോൾ ചുറ്റും, ചുറ്റൽ കൂടിയാണ് എന്ത്? തർക്കൽ. പറഞ്ഞത് മനസ്സിലായോ? ഇതന്നെയാണ് ആർക്കുണ്ടായത്? അതന്നെയാണ് ആർക്കുണ്ടായത്? അതന്നെയാണ് ഉമ്മയികൾക്ക്. കരയും ഇതിന് കഴിയാതെ വന്നാൽ ഒരാൾക്ക് അയാൾ മനസ്സിൽ ചൂട് തിരിക്കാൻ നോക്കുക. ഞാൻ ദോഷിയാണ് എന്ന് അടിമ മനസ്സിലാക്കിയാൽ, അള്ളാനെ മാത്രം മനസ്സിലാക്കി ഞാൻ ദോഷിയുമാണെന്ന് അടിമ മനസ്സിലാക്കിയാൽ അടിമക്ക് എന്ത് ചെയ്യാൻ തോന്നും? മനസ്സിൽ വേണ്ടാവും. ആ മനസ്സിന്റെ ചുറ്റലിന്റെ ശുദ്ധീകരണമാണ് എന്ത്? സാധനങ്ങൾ ചൂടായാൽ പിടിച്ചാൽ തുരുമ്പ് കളയാതെ മാർഗമാണ് എന്ത്? പഠിപ്പിക്കാൻ, ചൂടാക്കാൻ. ചൂടാക്കുന്നത് ഇതിന്റെ ഡസ്റ്റ് മുതൽ എത്തി താഴെ പൊളിഞ്ഞു ചാടുന്ന സാധനങ്ങളെ പൊടി കൂടാൻ വേണ്ടിയിട്ട് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാളാണ് ഹജറുൽ അസ്വദ്. പുറത്തു പറയണ്ട, മനസ്സിലായില്ല? ഹജറുൽ അസ്വദിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കറുത്ത കല്ലിനല്ല. ഹജറുൽ അസ്വദിന്റെ അർത്ഥം കറുത്ത കല്ലിനല്ല, ഏറ്റവും കറുത്ത കല്ലിനാണ്. അങ്ങനെ
ഹജറുൽ അസ്വദിന്റെ അർത്ഥം എന്തല്ല? കുറച്ചോനെ കൊടുക്കാൻ ലേശം മന്ദം കൊടുക്കണം. ഹജറുൽ അസ്വദിന്റെ അർത്ഥം എന്തല്ല? തലല്ലടി. അൽ അസ്വദ് എന്ന വാക്ക് അറബിയിൽ സൂപ്പർലെറ്റീവാണ്. അപ്പോൾ എന്താവും അർത്ഥം? ഏറ്റവും നിർത്തവൻ. ഇത് നേരത്തെ എന്തായിരുന്നു? അല്ലബിയായിരുന്നു. അല്ലബിയതിന്റെ അർത്ഥം എന്താ? ഏറ്റവും വലുതല്ല. ഇപ്പോൾ അത് ഏറ്റവും നിർത്തലല്ലേ. തക്കബല ദുനൂബ ബനി ആദം, മനുഷ്യന്റെ ദോഷം അത് സ്വീകരിച്ച് അതാണ് നിർത്ത്. മനസ്സിലായോ? മനസ്സിലായില്ല? മനസ്സിലായോ? എന്റെ വാപ്പൊക്കെ പറഞ്ഞു, പഴയ ചോരത്തിലുണ്ടായാല് അട്ടൻ കൊണ്ടുവരും. അട്ടൻ ഉണ്ടാവില്ല പറയാനില്ല. ഒരു 25 വയസ്സുള്ളത് താഴെ മനസ്സിലായില്ല? മനസ്സിലായി. ചോരപ്പുഴു കാലുമലോ മറ്റോ എവിടെയൊക്കെ പഴയ കാലത്ത് പാടത്ത് പോയിട്ട് എന്തിനെ കൊണ്ടുവരും? അട്ടയെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചു കൊടുക്കും. അപ്പോ കുറച്ച് കഴിഞ്ഞാൽ ഈ ചോരപ്പുഴിന്റെ അത്ര വലിപ്പം ആരുണ്ടാവും? ഇഷ്ടം. ഈ നൈസായ, ഈ തിന്നായ, ഈ സ്കെൽറ്റായ അട്ട കുറഞ്ഞ നേരം കൊണ്ട് എത്ര വലിപ്പത്തിലുണ്ടാവും? ചോര അപ്പൊ എടുത്തിട്ടാ മതി. ഞാനിവിടെ നല്ല വിചാരിച്ചു എന്തുകൊണ്ട് ആ ചോര ആര് സ്വീകരിച്ച്? അട്ട സ്വീകരിച്ച്. രോഗം മാറി. മനുഷ്യന്മാർക്ക് എന്തുണ്ട്? ദോഷമുണ്ട്. അതിനാദ്യം ദോഷം അളക്കണം. ഇതിൽ നിന്ന് ഡസ്റ്റ് വെറുതെ ചാടൂല. എന്താക്കണം? ചൂടാക്കണം. ചൂടാക്കിയ ഡസ്റ്റ് ചാടുള്ളൂ. എല്ലാരും ദോഷം ആരും സ്വീകരിക്കൂല. പുറത്ത് പറയണ്ട. എല്ലാവർക്കും മക്കത്ത് പോയ ഷവർമ തിന്നത് പോലെ. ഹാജ്യന്മാരെ, ബഹുമാനപ്പെട്ട ഹാജ്യന്മാരെ, നിങ്ങൾ ഷവർമ തിന്നാനാണ്. ഇന്ന് വലിയ ശതമാനം ആളുകളും ഷവർമ തിന്നാനാണ് അവിടെ പോണത്. അവിടുത്തെ ഷവർമ നല്ല രസമുള്ള ഷവർമ അതേ നല്ല തിന്നാൻ പോയിപ്പോയി. അല്ലാതെ അച്ഛനെ ഒറ്റ വലിയ കാര്യങ്ങൾ നിൽക്കുന്നില്ല. ഇന്നൊക്കെയാണ്. കാരണം ഒന്ന് വിചാരിക്കട്ടാ, ഞാൻ പഴയ പോലെ തിരിച്ചു മാറ്റി തരാൻ ഒരു ചവിട്ട് അതിന് കിട്ടുന്നേ പഴയ പോലെ തന്നെ ആക്കി തരേണ്ട. നിങ്ങൾ തന്നെ പറയും. ഞാൻ ഈ നാട്ടിലുണ്ട്, ഷറാഹ് കോട്ടയിലുണ്ട്, തൊഴഫയിലുണ്ട്. മൻ ദഖലൽ ഹറമ ലാ യംശി ഇല്ലാ മുതദല്ലിലൻ ഖാലിഅ. ഹറമിൽ പ്രവേശിച്ചവൻ വിനയാന്വിതനും ഭയത്തിലുമല്ലാതെ തല ഉയർത്തി നടക്കാൻ പാടില്ല. കാരണം അവന്റെ ദോഷത്തിന്റെ ഭാരം കാരണം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. നിസ്കരിക്കുന്ന അങ്ങനെക്കാൻ പാടില്ലല്ലോ, ഇതൊരു ഭാരാണ് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. ഈ നൃത്തത്തിൽ നിസ്കാരം കബൂലാവില്ല. മാനം കെട്ടവനാണ് എന്ത് ചെയ്യാ? ഒന്ന് പറയും മനുഷ്യന്മാരെ, മാനം കെട്ടവനാണ് എന്ത് ചെയ്യാ? തല കഴിക്ക. മകൻ എന്തോ കുരുത്തക്ക കളിച്ചിട്ട് നമ്മളെ സ്കൂളിലേക്ക് ഹെഡ്മാസ്റ്റർ വിളിപ്പിച്ച്. അപ്പൊ നമ്മള് സ്കൂളിൽ ചെന്ന് അയാൾ ഓരോന്ന് മകന്റെ പരാക്രമങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മള് പിന്നെ നമ്മള് കൊലയിൽ വന്നാൽ പെണ്ണുങ്ങളോട് പറയും, ഞാൻ എന്റെ പൊന്നമോന്റെ പരാക്രമം കേട്ടിട്ട് ഞാന് സ്ഥാനാർത്ഥിക്കാവുന്ന പോകുന്നത്. എന്തുകൊണ്ട്? മാനക്കൾ നിസ്കരിക്കണോ അങ്ങനെയൊക്കെ പാടില്ല. ഒളിമ്പിക്സിൽ കപ്പ് വാങ്ങാൻ നിൽക്കുമ്പോൾ എന്തിരിക്കാൻ പറ്റൂല? പാരടക്കി നിസ്കരിക്കാൻ. നിസ്കാരം പാപഭാരം. ഇതാണ് ഹറമിൽ പ്രവേശിക്കുന്നവൻ. ലാ യംശി ഇല്ലാ ഖാലിഅൻ മുതദല്ലിലൻ ഖായിഫൻ. പേടിച്ചും വിനയത്തിലും തല താഴ്ത്തിയും അല്ലാതെ മക്കയിൽ നടക്കാൻ പാടില്ല. ലം യർഫഅ ആദം. ആദം തന്റെ തല മക്കയിൽ നോക്കിയിട്ടല്ലേ. എന്നാൽ ഇന്നത്തെ ഹാജ്യമായ അവസ്ഥയെ പറഞ്ഞത് ഒരു മൊബൈലിൽ ഇന്ന് ഒന്ന് വിചാരിക്കുക, ഇന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് കയറുന്നതോടുകൂടെ
പോകാൻ കഴിയുന്നത് അതിന്റെ മേലത്തെ മുമ്പ് ഞാനുണ്ട്. സ്വർണ്ണപ്പാത്തിലെ ചോദ്യത്തിൽ ഒരു ചെങ്ങായിന്റെ പെമ്പറിനോട് സെൽഫി എടുക്കുക. എന്താ സ്ഥലം? അതെന്താ? അതേതാ സ്ഥലം? സ്വർണ്ണപ്പാത്തിലെ ചോദ്യം ഏതാ സ്ഥലം? ഏതാ സ്ഥലം? അവിടെ ഉള്ളുന്നടാ കുരുത്തങ്ങൾ വെച്ച കഴിഞ്ഞ. എടാ, ഈ വിധികാരിയായ മുസ്ലിം ഉമ്മത്തിന്റെ സുപ്രീം കോടതിയാണ് എന്ത്? കഅബ. എടാ, ഒരു ജില്ലാ കോടതിയിലെ ജഡ്ജിയെ ഫോട്ടോ എടുത്തുകൊണ്ട് കയറിയാൽ കേസ് ബാധിക്കലാണോ ആദ്യം നടക്കാനോ അതിനെ കുറിച്ച് ജയിലിൽ ആദ്യം നടക്കുക? പല മനുഷ്യന്മാരെ എന്നെ ഒന്ന് പല മനുഷ്യന്മാരെ കഴിഞ്ഞതിന്റെ മേലെ റമളാനിൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് അത്യാവശ്യമായ ഒരു ഉണർത്തൽ എന്ന് പറയും. സാധാരണ അവിടെ വഖത്തിന്റെ ഒരു വഴങ്ങൊന്നും ഇല്ല. നോമ്പ് തുറന്ന് നമ്മൾ ഇരിക്കാം. എന്നാലും പുറത്ത് പോകാൻ ഒരുങ്ങുമ്പോ നേരത്ത് മൂലയിൽ ഇമാമ് ഒരു അത്യാവശ്യമായ മുന്നറിയിപ്പുകൾ. എന്നിട്ട് അയാൾ ഒരു 10 മിനിറ്റ് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് മനുഷ്യന്മാരെ കഅബയുടെ അടുത്തേക്ക് വരുന്നത്? ഫോട്ടോ എടുക്കാനോ? നിങ്ങൾ ഇവിടെ വന്നിട്ട് ജഹന്നം എന്തിനാണ് മനുഷ്യന്മാരെ വാങ്ങിപ്പോണത്? നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഹറമിന്റെ ഉള്ളിൽ നിങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പ് വാങ്ങി വെക്കുകയും നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ മടക്കി തരികയും ചെയ്യാൻ ഒരു സംവിധാനം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരാളെയും ഈ മൊബൈൽ ഫോൺ കൊണ്ട് പ്രവേശിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. കുടുങ്ങിയിട്ടാണ്. സംഭവം അതിന് മെനക്കെടും. കാരണം തല പൊന്തിച്ച് നടന്നിട്ടില്ല ആരും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യത്തെ ഹജ്ജ് ഇതന്നെ. കാരണം ഒരു ദോഷമല്ല ആർക്ക്, മനസ്സുമായ ആളല്ലേ ആര്. എങ്കിൽ കുറ്റം മാത്രമല്ല നമ്മളെ അവസ്ഥ എന്തായിരിക്കും? ബാപ്പ മരിച്ചവനല്ല യതീം, ബലിൽ യതീമു യതീമുൻ ഇൽമി വൽ അദബി. നാഫിയ ഇൽമില്ലാത്തവനും അദബില്ലാത്തവനാണ് ആര്? നാഫിയ ഇൽമില്ലാത്തവനും അദബില്ലാത്തവനുമാണ് ആര്? യഥാർത്ഥത്തിൽ സമാനാകുമ്പോൾ മാനസിക ഉല്ലാസം. അതായത് ഇപ്പൊ പിന്നെ പെരുന്നാക്കൊക്കെ നമ്മളെ ചെറുപ്പക്കാരൊക്കെ എവിടെ പോകുമല്ലോ, ഊട്ടി. മനസ്സിലായില്ല? ആ കാലത്തെ ഹജ്ജ് എന്താവും? പാപഭാരം നേടിക്കളയാത്തതാവില്ല. പിന്നെന്താവും? മനസ്സിലായില്ല? കച്ചവടം മറ്റും നടത്തുകയോ ഉദ്യോഗസ്ഥനൊക്കെ ഒരു റിലാക്സ്, ഒരു മാനസിക ഉല്ലാസം. കുട്ടിക്കൊക്കെ പോണിന് പകരം നിൽക്കും. മനസ്സിലാവും? ഒരു കാലം ഒരു അക്കാലത്തെ ഹജ്ജ് എന്നത് എന്തായി മാറും? മാനസിക ഉല്ലാസം. പരിശുദ്ധ റോമാശേരിയുടെ മുന്നേ ഒരിക്കലും ചെരുപ്പ് അവിടെ ഇല്ല. പക്ഷെ ചെരുപ്പ് പക്ഷെ ചെരുപ്പിടാൻ പാടില്ല. കാരണം ആരാണ് കിടക്കുന്നത്? മുഹമ്മദ് മുസ്തഫല്ലേ. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. എന്ത് കിട്ടാൻ വേണ്ടി? റൗളയിൽ അങ്ങനെ ജീവിച്ചിരിക്കുക. നമ്മളൊക്കെ ഉള്ളതുപോലെയാണ് ആര്? റസൂലുള്ളാഹിനെ വിശ്വസിക്കാൻ മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമല്ലേ? ഓരോ സെക്കൻഡ് മലക്കുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരോട്? പറയട്ടെ, ആരോട്? മുസ്തഫാനോട്. വളരെ അച്ഛന് പറഞ്ഞാൽ ഇന്ന് ഒരു തരം ഒരു ഉല്ലാസയാത്രയായി മാറി. എന്താ കാരണം? അടിസ്ഥാനം പോവുക. ഞാൻ അല്പം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ചരിത്രത്തിലെ ഭാഗങ്ങളോട് ഇതൊന്നും അതിന്റെ വിഷയത്തിന്റെ ഒരുപാട് പറയുന്നത്. പിന്നീട് ഒരിക്കൽ അടുത്ത കൊല്ലം നമുക്ക് ഇങ്ങനെ പോലെ നമുക്ക് അടുത്ത കൊല്ലം ഒരു വൺഡേ പരിപാടി ഹജ്ജിന്റെ യാത്ര ഹജ്ജ് അടുത്ത കൊല്ലത്തെ നമ്മുടെ യാത്ര ഇങ്ങനെയല്ല.
അടുത്ത കൊല്ലം ഒരു പണ്ട് ഒരു ഉച്ച വരെ ഒരു വേണമെങ്കിൽ ഒരു ഭക്ഷണം കൊടുത്തിട്ട് ഒരു രാവിലെ 9 മുതൽ 6 പേര് നിശ്ചയിച്ചിട്ട് ഒരു ഉച്ച വരെ ഒരു ഭക്ഷണം കൊടുത്ത് പറഞ്ഞ കുടത്തി അവസാനം ഒരു വണ്ടേ രൂപത്തിൽ ഒരു വിശാലമായ അടുത്ത കൊല്ലം ഒരുപാട് വിഷയം പറയുന്നു അവിടെ. പിന്നെ ചോദിച്ചു ഒരു അല്പഭാഗ്യം പറഞ്ഞില്ല സംസമിന് താരിഖ് അടുത്ത പോലെ വിശദമായി പറയാൻ ആഴ്ചയിൽ പോകുന്നവർക്ക് വേണ്ടി നമുക്കൊരു ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടു എല്ലാവരും കൂടി അവർ പാഴമായി പോയി അതോടും കൂടി ഹജ്ജ് ചെയ്ത നായക്കാർ മടങ്ങി വരണം. ഞാനിത് തിരിച്ചു വന്നാൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാശാവും. നിങ്ങൾ ബേജാറാവുന്ന വേണ്ട, എല്ലാവർക്കും ഹജ്ജ് കിട്ടും. പക്ഷെ ഹജ്ജ് കിട്ടണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? അതം പറയാം. എന്ത് വേണം? അതവും അതമില്ല. അള്ളാഹുവിനെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു പൊരുത്തത്തിലാക്കി തരട്ടെ. മുഹമ്മദിൻ ربنا اغفر لنا